ിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ നടന്ന വിജയണ്ണനെ ഊക്കി എയറിൽ കയറ്റിണ്ട്. ഇനിയിപ്പൊ അണ്ണ ഫുട്ബോളിനെ എയറിൽ കയറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാക്കി പണി. 2 മത്സരത്തിനെ കുറിച്ചാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ജർമ്മനി വാസ് ആംഗ്രി. സൂപ്പർ. ജർമ്മനി വാസ് ആംഗ്രി, അതായത് ജർമ്മനി ദേഷ്യത്തിലായിരുന്നു. അണ്ണ വാസും മലിംഗയൊക്കെ അങ്ങ് ക്രിക്കറ്റില്, ഫുട്ബോളിലല്ല. ജർമ്മനി വേഴ്സസ് ഹംഗറി ഇതുപോലും പറയാൻ അറിയാതെയാണ് അണ്ണ സോക്കർ ടോക്സ് തുടങ്ങിയിരിക്കുന്നത്. നമ്മള് സ്കോർ ബോർഡ് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളാം. അണ്ണ ബുദ്ധിമുട്ടണ്ട. അവനവന്റെ സ്ട്രെസ്സും സ്ട്രെയിനും കളയാൻ വേണ്ടി പാതിരാത്രി ഇരുന്നിട്ട് നമ്മൾ ഫുട്ബോൾ കളിയാണ്. അതും കൂടി ഇല്ലാതാക്കല്ലേ അണ്ണൻ പോയിട്ട് വിജയണ്ണൻ 2 പാട്ട് പാടി കൊടുക്കുക. സോ നമ്മുടെ സോക്കർ ടോക്സ് പറഞ്ഞിട്ട് മറ്റേ മുടി നീട്ടി വളർത്തിയ ഒരു അണ്ണൻ ഉണ്ടല്ലോ, ആളൊക്കെ സുഖമായിരുന്നു പറയുന്നത് കേൾക്കണം. ഇവിടെ ഉണ്ട് ഓരോരുത്തന്മാര് ഫുട്ബോൾ എന്താന്ന് പോലും അറിയില്ല. അണ്ണൻ ആദ്യം ഇരുന്ന് ലൈവിൽ പോയി 2 കളി കാണും, എന്നിട്ട് ഇന്ന ആൾ ഏത് ടീമിലാണെന്നൊക്കെ പഠിക്കും, എന്നിട്ട് നമുക്ക് സോക്കർ ടോക്സ് നടത്താം. ഇതെന്തോന്നടേ ഇത്? ഫാനാണ് വേണ്ടി സർവ്വതിന് എടുത്ത് ഊക്കുകയാണല്ലോ. ഈ ഇടയ്ക്ക് പോർച്ചുഗൽ വേഴ്സസ് ചെക്ക് റിപ്പബ്ലിക് കളി നടത്തുന്ന സമയത്ത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്ലെയർ പോർച്ചുഗലത്തെ പ്ലെയർ ആണെന്ന് അണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മതി അണ്ണ മതി. സുൽത്താൻ ബ്രസീലിന്റെ മുത്താണ്, എതിരാളികൾ പോലും വിറപ്പിച്ചിട്ടുണ്ട്. MG ശ്രീകുമാർ ഗിരീഷ് പുത്തഞ്ചേരിക്ക് ശേഷം ആര് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫൈനൽ ആൻസർ കിട്ടിയിട്ടുണ്ട്. ശുദ്ധ സംഗീതം എന്തായാലും മരിച്ചിട്ടില്ല. എന്തോന്ന് തേങ്ങയുടെ പാടി വെക്കുന്നത്? നിനക്ക് ഫുട്ബോൾ ഇഷ്ടമല്ല, ഇത് കാണണ്ട. ഇതൊന്നും ദയവ് ചെയ്ത് ആരും ചായ കുടിക്കുമ്പോഴോ ചോറുണ്ടുമ്പോ ഒന്ന് കാണരുത് കേട്ടാ. ഈ പാട്ട് കേട്ട് നിറകം തന്നെ കയറി ആള് തട്ടിപ്പോ. പാട്. മെസ്സിന്റെ ഒരേ ഒരു ചങ്കാണ്, ബാർസയിലും PSG ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. ബാർസയിലും PSG ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. എങ്ങനെ? ഒരു ട്രൗസർ ബാർസയിൽ ഇട്ട് ഒരു ട്രൗസർ PSG ഇട്ടുണ്ടായിരുന്ന? അയ്യോ, ഇവനെ ഇങ്ങനത്തെ ഉള്ളവന്മാരൊക്കെ ഗതി പിടിക്കുന്ന ദിവസം ഉണ്ടാവും. അന്ന് എന്തായാലും ലോകം അവസാനിക്കും. പിന്നെ ആകെയുള്ള ഒരു സമാധാനം എന്തായാലും നമ്മൾ കൊറോണ, അതുപോലെ തന്നെ സുനാമി, ഇതൊക്കെ കടന്നു പോയിട്ടുണ്ട്. എന്തായാലും ഈ ദുരന്തം എന്തായാലും കടന്നു പോകും. പക്ഷേ പരിക്ക് കാരണം എനിക്കൊന്നും നേടാൻ പറ്റാതെ, അത് കാരണം ഞാൻ തോറ്റ് പോകുന്നു. തോറ്റ് പോകുന്നു. പക്ഷേ ഞാൻ നേടിയിരിക്കും, എന്റെ വേൾഡ് കപ്പ് നേടിയിരിക്കും. എന്നിട്ട് ഞാൻ ഫുട്ബോൾ കളം വിടുള്ളൂ. ഞാന് നെയ്മർ, സുൽത്താൻ നെയ്മർ. ബ്രസീലിൽ ഒരേ ഒരു രാജാവാണ് നെയ്മർ സുൽത്താൻ. നെയ്മർക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നം ഇഞ്ചുറി ആയിരുന്നു. ഇത് കണ്ടിട്ട് വെച്ച നെയ്മർ അന്നത്തോടെ എന്തായാലും റിട്ടയർ ചെയ്യും. എന്തോന്നടേ ഫുട്ബോളിൽ യൂറോ വന്നു. നമ്മളെ മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ, സുൽത്താൻ ഇവരൊക്കെ കളി കാണുമ്പോ അവൻ അങ്ങനെ നന്നായിരിക്കുന്നു സുഹൃത്തുക്കളെ. പാവം റൊണാൾഡോന്റെ അതുപോലെ മെസ്സിയുടെയും നെയ്മറുടെയും അവസാന ടൂർണമെന്റ് ആണെന്ന് മനസ്സിലാക്കിയപ്പോ അവൻ നന്നായി. അങ്ങനെ എനിക്ക് അറിയായിരുന്നു മോനെ, നീ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവുന്നു. നിന്റെ തലയില് ന്യൂട്ടന്റെ തലയിൽ വീണപ്പോൾ ആപ്പിളൊന്നും വീണില്ലല്ലോ, എന്നാലും നീ നന്നായി. എനിക്ക് അത് മതി. ഞാൻ ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചത്, എന്റെ വിജയൻ ഒരു ഫുട്ബോൾ താരമാണ്. എന്റെ പൊന്ന് കഴിവേറി ഈ ജീവിതത്തിൽ നന്നാവാൻ പോകില്ല. നീ നന്നാവുന്ന ദിവസം ഈ ലോകം അവസാനിക്കും. ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് അറിയോ? യുണൈറ്റഡ് നേഷൻസിന്റെ എൻഡേഞ്ചർഡ് സ്പീഷീസ് ലിസ്റ്റില് അതിൽ കൊണ്ടേ ചേർക്കണം. ഇവൻ മാത്രല്ല, മറ്റേ താരാട്ടണ്ണൻ, പറീര, കിങ് കോങ്, അങ്ങനെ കുറെ എണ്ണമില്ല, അവരൊക്കെ കൊണ്ടേ ചേർക്കണം. 10 കോടിയിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു വിജയ് സിനിമ അഭിനയം നിർത്തിയത് നീ ഒരൊറ്റ ഒരുത്തം കാരണമാണ്. എത്ര ഞാൻ സന്തോഷിച്ചേന്. അങ്ങേരെ ബിഗിലൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? എത്ര റിയൽ ആയിട്ടാണ് അങ്ങേരെ സ്കില്ലും കാര്യങ്ങളൊക്കെ. ആ ട്രെയിലറും ആ സിനിമയും കണ്ടേ നമുക്ക് രോമാഞ്ചം കൊള്ളൂ. നമ്മളെന്നെ ഒരു ഫുട്ബോൾ ബിഗില് കണ്ടപ്പോ ഇതിന്റെ എവിടുത്തെ രോമം പൊങ്ങിയെന്നാ പറഞ്ഞു? മറ്റേ ഹാഫ് ലൈനിന്റെ അപ്പുറത്ത് നിന്ന് കയറും കെട്ടിയിട്ട് ബൈസിക്കിലേക്ക് കടിക്കാൻ കണ്ടിട്ടാണ് നിന്റെ രോമം പൊങ്ങിയത്. നീയാണ് ഫുട്ബോളിനെ കുറിച്ച് പറയണത്? എന്റെ പൊന്നണ്ണ, നിനക്ക് പറ്റുന്ന പണി എന്ത്? രാഷ്ട്രീയക്കാരെ കുറിച്ച് നല്ല പാട്ട് എഴുതി. കാരണം അവരാണ് ഇത് ഡിസേർവ് ചെയ്യുന്നത്. വിജയും അതുപോലെ തന്നെ ഫുട്ബോൾ പ്ലേയേഴ്സും. ഞാൻ ഉണ്ണിക്കണ്ണൻ. മരുഭൂമിയിലെ പുതിയ പടം വന്നിട്ടുണ്ട്. ഇത് എനിക്ക് മനസ്സിലാവാത്ത വിജയ്ക്ക് മാത്രം എവിടെ നിന്നേ ഇങ്ങനത്തെ ഓരോ ഫാൻസ് ഒന്നല്ല. ഇത് വിജയ് ഊക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത് ഇറങ്ങിയിരിക്കുന്ന ആളാണ് തോന്നുന്നു. ചിങ്ങേരല്ലേ 7-8 കൊല്ലമായിട്ട് മുടി വളർത്തിണ്ടായിരുന്നത് വിജയ് കാണാൻ വേണ്ടി. അണ്ണ വിജയണ്ണൻ ബാർബർ ഒന്നും അല്ല, പോയി 7-8 കൊല്ലം മുടി വളർത്തിട്ട് പോയി വെട്ടിത്തരാൻ. എന്തോ കണ്ടോ, ഒരു അണ്ണനെ കൊടുക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് ഭക്ഷണം കൊടുക്കണം, ഒരു അന്നം വാങ്ങി കൊടുക്കണം, അതിനുള്ള വഴിയില്ല വിജയണ്ണ. എന്റെ അണ്ണ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന സാധനത്തിന് 100-200 റുപ്യ ഉണ്ടാവില്ലേ? അതിന്റെ പകുതിയുടെ പകുതി പൈസ എന്ന് വെച്ചാൽ ഒരാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. എന്തിന് ആ പൈസ വീട്ടിൽ കൊടുക്കുന്ന വെച്ചാൽ വീട്ടിൽ സുഖമായി അരിവാഞ്ചി ജീവിച്ചൂടെ? എന്തിനാ അണ്ണ ഈ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ കോമാളി ആവാൻ വേണ്ടി കഴുത്തിൽ സാധനം തൂക്കിയിട്ട് നടക്കണേ? ഇതൊരു കാര്യം ആലോചിക്കേണ്ട. ഈ കൈയും കാലും ഇല്ലാത്തവർ വരെ കഷ്ടപ്പെട്ട് അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത് ഈ പണിയെടുത്തിട്ട്. അല്ലാതെ ഇതേപോലെ കഴുത്തിൽ സാധനം തൂക്കിയിട്ടിട്ടല്ല അവര് ജീവിക്കുന്നത്. സോ കുറച്ചൊക്കെ ബോധം വേണം. അല്ലാതെ ഈ ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ട് കാണിക്കാൻ വേണ്ടി എന്ത് കോമാളിത്തരം കാണിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. നാട്ടുകാർ കാണുന്നത് കോമാളി ആയിട്ടാണ്.
അപ്പൊ അണ്ണന് സിനിമയിലാണ് അഭിനയിക്കുന്നത് വെച്ച് ഓടിയിട്ട് പോവാ, അതിന്റെ വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ പണിക്ക് പോണ വീഡിയോ എടുത്തിട്ട് നാട്ടുകാർ കാണും. അല്ലാതെ ഇങ്ങനത്തെ കോമാളിത്തരം അല്ല കാണിക്കുന്നത്. അപ്പൊ ഞാനിത് ഈ താത്താക്ക് കൊടുക്കാണ്. മുഖ്യമന്ത്രി അപ്പൊ വിജയണ്ണ, അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് വിജയണ്ണനെ ഒന്ന് കാണണമെന്നുണ്ട്. വിജയണ്ണനോട് പടം അഭിനയിക്കും.